അപ്പോൾ ചിക്കൻ ഫ്രൈക്കുള്ള 1.5 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ആദ്യം മഞ്ഞൾപ്പൊടി ഇടുക, ആവശ്യത്തിന് ഉപ്പിടുക, ഗരം മസാല ചെയ്തതിന് ശേഷം 10 മിനിറ്റ് വയ്ക്കുക, റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. പൊടി ഇടാൻ മറന്നത് മുളക് പൊടി ഇടാം. ഓക്കെ, നല്ല വൃത്തിയായി മിക്സ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ വയ്ക്കുക. വെള്ളം ഒഴിച്ച് നമുക്ക് ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം. ഫ്രൈഡ് സ്പെഷ്യൽ മസാലയാണ്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി, മസാല എല്ലാം കൂടെ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ചിക്കനും മസാലയായിട്ടുള്ള മിക്സിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊരു 1/2 മണിക്കൂർ വെച്ചിരിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ പിടിച്ച് സെറ്റായി അടിപൊളിയായിട്ടിരിക്കും. അത് കഴിഞ്ഞ് നമുക്ക് വറുത്തെടുക്കാം. ഓക്കെ, ഫ്രൈഡ് ഒരു പ്രധാനപ്പെട്ട ഒരു ഐറ്റം ചേർക്കാം. ഇതാണ് സ്പെഷ്യൽ. ഈ ചിക്കൻ ഫ്രൈക്ക് കുറച്ച് തേങ്ങ ചിരുകിയിട്ട് കൊടുക്കണം. നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നല്ല വൃത്തിയായി മിക്സ് ചെയ്തെടുക്കണം. ഓക്കെ, നല്ല വൃത്തിയായി മിക്സ് ചെയ്ത് വയ്ക്കാം. കുറച്ച് ക്രഷ് ചെയ്ത മുളക് കൂടെ ഇടാം. വറ്റൽ മുളക് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കാം. നന്ദിയോടെ സ്വന്തം വെളിച്ചെണ്ണ തുടങ്ങാം. വാ, ഫ്രൈ ചെയ്തെടുക്കാം. വേപ്പില വറുത്തിങ്ങനെ ഇട്ടു. ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നാരങ്ങ ഇങ്ങനെ പിഴിഞ്ഞ് വീഴ്ത്തി സൂപ്പറായിട്ട് സവാളയിലോട്ട് വെച്ച് കൊള്ളാം. കഴിച്ചു നോക്കിയാണ്ടേ, കൊള്ളാമെന്നറിയാം.